ഹായ്, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 13ാമത് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ള ഭാഗമാണ്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ മീനിങ് എന്താണ്, ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ? പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത് മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് കണ്ടീഷനിലെ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ മാർക്കറ്റ് സിറ്റുവേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഒരുപാട് കമ്പനികൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നതിനെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും ഒരേ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന് തന്നെ. അതെല്ലാമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. ആദ്യമായിട്ട് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് ചാമ്പർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഓതർ എക്കണോമിസ്റ്റ് ആണ്. ഓതറാണ് അദ്ദേഹം, എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ദ തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലാണ് അദ്ദേഹം പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1933-ലാണ്. ഇനി നമ്മൾക്ക് എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത് നോക്കാം. Product differentiation is the process of distinguishing a product or service from other product or service available in the market. സിമ്പിളാണ്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മുടെ കോമ്പറ്റീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതിനെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിസ്റ്റിങ്വിഷിങ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം, ഒരു പ്രോഡക്റ്റോ സർവീസോ വ്യത്യസ്തമായിരിക്കുക എന്തിൽ നിന്ന്, മറ്റൊരു പ്രോഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സർവീസിൽ നിന്ന്, എവിടെയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന്. ഇതാണ് സിമ്പിളായിട്ട് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളത്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ മീൻസ് ആഡിങ് ഫീച്ചേഴ്സ് ടു പ്രോഡക്റ്റ് ടു സെപ്പറേറ്റ് ദം ഫ്രം കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ് ഇൻ ദ ഐസ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മുടെ പ്രോഡക്റ്റിന് നമ്മുടെ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തം അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ട്. അതിലൊന്നാണ് ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ടു മേക്കിംഗ് ഡിസ്റ്റിങ്ഷൻ in products that cannot be easily evaluated in terms of quality. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയുടെ ബേസിൽ ഈസിലി ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ടേസ്റ്റ് drives our decision regarding their quality. We have no idea of which one is best. അല്ലേ, കൊക്കക്കോളയും പെപ്സിയും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ നമ്മൾക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രോഡക്റ്റിലാണ് ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. എന്താണ് വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളതാണ്. വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ റെഫേഴ്സ് ടു മേക്കിംഗ് ഡിസ്റ്റിങ്ഷൻ ഇൻ പ്രോഡക്ട്സ് ദാറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ഈസിലി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി. നേരത്തെ പറഞ്ഞു, ടേംസ് ഓഫ് ക്വാളിറ്റിയുടെ ബേസിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഹൊറിസോണ്ടൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. വെർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് നേരെ ഹൊറിസോണ്ടലിന് നേരെ ഓപ്പോസിറ്റാണ്.
അതായത് ടേംസ് ഓഫ് ക്വാളിറ്റിയിൽ നമ്മൾക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ ഡിസ്റ്റിങ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതിനെയാണ് വേർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന്. കസ്റ്റമർ ക്യാൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുമെങ്കിൽ കസ്റ്റമർ ക്യാൻ കമ്പയർ ബിറ്റ്വീൻ ഇൻറ്റൽ 13 ആൻഡ് ഇൻറ്റൽ 15. ഇൻറ്റൽ 15 ഇൻറ്റൽ 13 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർസ് അല്ലേ. നമുക്ക് അതിനെ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ഓഫ് ക്വാളിറ്റിയിൽ ചിലത് 15 എന്ന് പറയുന്നത് സ്പീഡ് കൂടുതലാണ്, വർക്കിംഗ് ഇത് കൂടുതലാണ്, ഫീച്ചേഴ്സ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ടേംസ് ഓഫ് ക്വാളിറ്റിയിൽ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് മിക്സ്ഡ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. മിക്സ്ഡ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫറൻഷിയേഷൻ. ഹൊറിസോണ്ടൽ ഡിഫറൻഷിയേഷൻ്റെയും വേർട്ടിക്കൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്സ്ഡ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒരു കമ്പനിക്ക് പ്രോഡക്റ്റിൽ ഡിഫറൻഷിയേഷൻ നടത്തിയത് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു കമ്പനിക്ക് നമ്മൾക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ പ്രോഡക്റ്റിൽ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സർവൈവലിന് അത്യന്താപേക്ഷിതമാണ്, അതായത് അത്യാവശ്യമാണ്. ദ അതർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്രിയേറ്റ്സ് വാല്യൂ. അപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റും സെയിം ആണ്, ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിമിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ് എന്നുള്ളത് നമ്മൾ അതിൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ നടത്തിക്കൊണ്ട് പ്രോഡക്റ്റിൽ വ്യത്യസ്തത വരുത്തിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവണം. അത് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ നമ്മുടെ പ്രോഡക്റ്റ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റീസണായിട്ട് വരും പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. ഹെൽപ്സ് ഇൻ ഡിഫെൻഡിങ് ഹൈ പ്രൈസസ്. ഇറ്റ് ഹെൽപ്സ് ടു ദ കമ്പനീസ് ടു ഗിവ് റീസൺ വൈ ദേ ചാർജ് ഹൈ പ്രൈസ് ഫോർ ദെയർ പ്രോഡക്റ്റ്. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ഹൈ പ്രൈസാണ് ചെയ്യുന്നതെങ്കിൽ, ഹൈ പ്രൈസാണ് നമ്മുടെ പ്രോഡക്റ്റിനെങ്കിൽ നമ്മൾക്കതിന് റീസണായിട്ട് പറയാൻ പറ്റുന്നത് ഫീച്ചേഴ്സ് കൂടുതലായിട്ടുണ്ടാകുമ്പോഴാണ്. നമുക്ക് പറയാം ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഇത്രയും പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, കമോഡിറ്റി പ്രൈസ് കൂടുതൽ എന്നുള്ളത് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഹെൽപ്സ് ഇൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. നോൺ പ്രൈസ് ആയിട്ടുള്ള കോമ്പറ്റീഷനിൽ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വാൻറ്റേജസ് കിട്ടണമെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ വേണം. മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? വ്യത്യാസമുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്രിയേറ്റ് ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡ് സക്സസ് ആവണമെങ്കിൽ, നമ്മുടെ ബ്രാൻഡിനെ അന്വേഷിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് വരണമെങ്കിൽ, മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ ഷെയർ, അതായത് മാർക്കറ്റ് ലീഡർ ആവണമെങ്കിൽ പ്രോഡക്റ്റിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ നമ്മുടെ ബ്രാൻഡിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ, ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ക്രിയേറ്റ്സ് എ പെർസെപ്ഷൻ ഓഫ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. A successful product differentiation strategy may create a perception among the customers that are no substitute available in the market. നമുക്ക് എത്ര മാർക്കറ്റിൽ എത്രത്തോളം പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടെങ്കിൽ ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ കൂടുതലായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ലീഡർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ
മാർക്കറ്റിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ള രൂപത്തിലേക്ക് വരെ നമ്മളുടെ സിറ്റുവേഷൻ മാറി കിട്ടും. ഓക്കെ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ നമ്മുടെ പ്രോഡക്റ്റിൽ വരുത്തുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനികൾക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യും, അവർക്ക് ഹൈ പ്രൈസ് പ്രോഡക്റ്റിന് എന്താണെന്നുള്ളതിന് അതിൻ്റെ ഒരു റീസണ് ഈ ഒരു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നോൺ പ്രൈസ് കോമ്പറ്റീഷനിൽ ഇത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. നമ്മൾ അഡ്വാൻറ്റേജസ് പഠിച്ചു, ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ആഡഡ് പ്രഷർ ഓൺ ദ മാനുഫാക്ചേഴ്സ് അല്ലേ. മാനുഫാക്ചേഴ്സിന് ഫുൾ ടൈം റിസർച്ചിലായിരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് പ്രഷർ നമ്മൾക്ക് എങ്ങനെ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രഷർ എപ്പോഴും മാനുഫാക്ചറുടെ പുറത്തുണ്ടായിരിക്കും. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആഡ് ടു എ സബ്സ്റ്റാൻഷ്യൽ amount of pressure on the manufacturer to decide which attribute could turn out to be the unique selling position of the market. യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഒരു അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രഷർ മാനുഫാക്ചറിൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അടിച്ചേൽപ്പിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഹയർ പ്രൈസസ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താണ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ്ഡ് റവന്യൂ നോട്ട് ഗ്യാരൻറ്റീഡ്. നമ്മൾ പ്രോഡക്റ്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ റവന്യൂ ഇൻക്രീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റില്ല. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മേ ബി കൂടാം, അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ടൈം കൂടാം, അപ്പോൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയാം. പക്ഷേ അതിനൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഗ്യാരൻറ്റി റവന്യൂ ഇത്ര ശതമാനം റവന്യൂ കൂടും എന്നുള്ള രൂപത്തിൽ നമ്മൾക്ക് ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റില്ല പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനിലൂടെ. ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുക. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ അതാണ് ഇന്നത്തെ ലാസ്റ്റ് പോയിൻറ്റ്. ഫാക്ടേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഫസ്റ്റ്, ഫോം. എ പ്രോഡക്റ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ബേസ്ഡ് ഓൺ ദ ഫോം ഓഫ് ദ പ്രോഡക്റ്റ്. ദ ഫിസിക്കൽ സ്ട്രക്ചർ ആൻഡ് സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം അതേഴ്സ്. നമുക്കറിയാം എങ്ങനെയെല്ലാമാണ് ഏതൊക്കെ ഫാക്ടറാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഫോം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ സൈസ്, ഷേപ്പ്, കളറ്, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വലിയൊരു ഫാക്ടറാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ്. പ്രോഡക്റ്റ് ക്യാൻ ആൾസോ ബി ഡിഫറൻഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആഡിങ് അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ കോമ്പറ്റീറ്ററിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഡക്റ്റ് അവരിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളത് കാണിക്കാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുക മൊബൈൽ ഫോൺസ്, ഹാൻഡ്സെറ്റ്, വാച്ചസ്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ മൊബൈൽ ഫോണുകൾ കൂടുതലായിട്ടും ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് അതിൻ്റെ റാം, അതേപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി, ഇതെല്ലാം കൂട്ടിക്കൊണ്ടാണ് കൂടുതലും ആ ഒരു പ്രോഡക്റ്റിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ വാച്ചസ്, ഇത്രയും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് ക്വാളിറ്റി. എ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആൾവേസ് സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രോം സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ലേ. പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ക്വാളിറ്റി. അപ്പോൾ എന്താ പറയുക, എല്ലാ കാറുകളും കാറിൻ്റെ ബേസിൽ വെക്കുമ്പോൾ നമ്മൾ BMW, അതേപോലെ തന്നെ ബെൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. നെക്സ്റ്റ് ഇസ് ഡ്യൂറബിലിറ്റി. അതായത് പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി. നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ കേടുവരാതെ നിൽക്കുക, നമ്മൾക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള അതിൻ്റെ ഡ്യൂറബിലിറ്റി. ഇപ്പോൾ ലാപ്ടോപ്സ്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺസിൻ്റെ ടച്ചസ്, അതിൻ്റെ സോഫ്റ്റ്വെയർ,
ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നീടുള്ള റിലയബിലിറ്റി. സം പ്രോഡക്ട്സ് ആർ നോൺ ടു ബി മോർ റിലയബിൾ ദാൻ അതേഴ്സ് ദാറ്റ് ദർ ഇസ് എ ലെസ് പ്രോബിലിറ്റി ഫ്രം ദം നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഓർ ഫെയിലിംഗ് വിത്തിൻ ദ ഗിവൺ ടൈം പീരീഡ്. അല്ലേ? അതായത് അതിൻ്റെ റിലയബിലിറ്റി, നമ്മൾ പറയുന്ന ഫീച്ചേഴ്സൊക്കെ അതിന് ലഭിക്കുക എന്നുള്ളതും മെയിനായിട്ടുള്ള ഫാക്ടറാണ്. നെക്സ്റ്റ് ഇസ് സ്റ്റൈല്, ലുക്സ്. അതിൻ്റെ സ്റ്റൈല്, എന്താ പറയുക, ഇപ്പോൾ സെയിം പ്രോഡക്റ്റിൽ തന്നെ വ്യത്യസ്ത സ്റ്റൈലുകളിൽ ഇരിക്കുക. ഇപ്പോൾ കാറുകളുടെ, ഇപ്പോൾ സ്പോർട്സ് ഐറ്റംസ് കാറുകൾ, അതേപോലെ തന്നെ ലംബോർഗി, ഫെറാരി, നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇസ് അതിൻ്റെ ലുക്ക്, ആ ഒരു പ്രോഡക്റ്റിനുള്ള ലുക്ക്, അത് നമുക്ക് എസ്പെഷ്യലി നമ്മുടെ കാഴ്ചയിലുണ്ടായിരിക്കുന്ന ലുക്ക്. നെക്സ്റ്റ് ഇസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പ്രോഡക്റ്റിൻ്റെ കസ്റ്റമറിലേക്ക് എത്തുന്ന ആ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനും പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനിൽ എത്താറുണ്ട് അല്ലേ. നെക്സ്റ്റ് ഈസ് ലൊക്കേഷൻ, ആ ഒരു മാനുഫാക്ചർ ലൊക്കേഷൻ, മാർക്കറ്റിംഗ് എഫേർട്സ്, ആഫ്റ്റർ സെയിൽ സർവീസ്. ലാസ്റ്റ് പറഞ്ഞത് ആഫ്റ്റർ സെയിൽ സർവീസ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വേർഡ്സിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത് വിശദീകരിച്ച് പറയുന്നത്. ആഫ്റ്റർ സെയിൽ സർവീസ് ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻ്റ് ആണ്. അത് ആഫ്റ്റർ സെയിൽസിനനുസരിച്ചാണ് ഇപ്പോൾ കൂടുതൽ വില കൊടുത്ത് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിന് ആ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫസ്റ്റ് കിട്ടുക. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. മെയിൻലി ഫോം, അതിൻ്റെ ഫീച്ചേഴ്സ്, പെർഫോമൻസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, സ്റ്റൈല്, ലുക്ക്, അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.